നമസ്കാരം, ഞാൻ ദിനേശ് സൗപർണിക. നമ്മളെ അടീനിയത്തിന് ഒരു നല്ല തുടക്കം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നല്ല നടപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ജൈവവളങ്ങളും അതേപോലെ നമ്മളെ ഫിഷമിനോ എഗ്ഗമിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചഗവ്യം, ജീവാമൃതം അല്ലെങ്കിൽ ബാക്ടീരിയ കൾച്ചർ, കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച് നിങ്ങൾക്ക് എന്തും ചെയ്യാം. ഒരു 10 ദിവസം മണ്ണൊരുക്കലായിരുന്നു. അതായത് ഹ്യൂമിക് ആസിഡ്, ഫൾവിക് ആസിഡ് പോലുള്ള സാധനങ്ങൾ കൊടുക്കാം. അതുപോലെ സീവീഡ് എക്സ്ട്രാക്ട് ജെല്ല് ചേർന്നത് കൊടുക്കാം, വാമ്പ് കൊടുക്കാം. അങ്ങനെയൊക്കെ സെറ്റ് ആക്കിയിട്ട് ഒരു 10 ദിവസമെങ്കിലും മിനിമം മണ്ണിനെ ഒന്ന് ഉത്തേജിപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ മണ്ണിനെ ഉത്തേജിപ്പിച്ചു കഴിഞ്ഞാൽ 2 രീതിയിൽ നിങ്ങൾക്ക് വളം കൊടുക്കാം. ഇപ്പോഴും പ്രൂണിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. പല വീഡിയോയിലും പല ആളുകളും ചോദിക്കുന്നുണ്ട് പ്രൂൺ ചെയ്യട്ടെ നന്നായി പൂടാൻ വേണ്ടി. ഇപ്പോൾ പ്രൂൺ ചെയ്യേണ്ട, മഴ വിട്ടു പോയിട്ടില്ല. അപ്പോൾ ചെടി ക്ലീൻ ചെയ്താൽ മാത്രം മതി. എന്നിട്ട് ഈ ചെടിക്ക് വേണ്ടതൊക്കെ കൊടുത്തു. നല്ല മഴയാണെങ്കിൽ ഉള്ളിലേക്ക് മാറ്റി വയ്ക്കുക, മഴ കൊള്ളാത്ത സ്ഥലത്തേക്ക്. ഞാൻ എൻ്റെ ചെടി പുറത്തായിരിക്കുന്നത്. ഇനി ചെയ്യാൻ പോണ കാര്യങ്ങൾ ഞാൻ ചെയ്ത് കാണിക്കുന്നില്ല കേട്ടോ. എനിക്ക് കുറേ ചെടികളുണ്ട്. അപ്പോൾ എല്ലാറ്റിനും കൂടി ഒരു അവധി ദിവസമാണ് ചെയ്യുക. ഇനിയിപ്പോൾ നമ്മൾ 10-15 ദിവസം മണ്ണിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങൾക്ക് ഫസ്റ്റ് ഇതിലിടാറുള്ളത്. ഇപ്പോൾ ഈ മണ്ണിൽ വല്ല കീടങ്ങളും ഇതൊക്കെ വരികയാണെങ്കിൽ ഒരു തവണ നിങ്ങൾക്ക് വേപ്പിൻ പിണ്ണാക്ക് മാത്രം ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് തുടക്കത്തിൽ ഒരു പിടി പൊടിയായിട്ടുള്ള വേപ്പിൻ പിണ്ണാക്ക് നല്ല പൊടിയാക്കിയിട്ട് അത് ഒന്ന് വിതറി കൊടുക്കുക. അത് നനച്ചിട്ട് ഇടൊന്നും വേണ്ട, വെറുതെ മേലെ ഒന്ന് ഇട്ട് കൊടുത്ത് മണ്ണിളക്കി ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. അല്ലെങ്കിൽ പൊടിമണ്ണ് വിതറി കൊടുക്കുക. വേപ്പിൻ പിണ്ണാക്ക് കീടങ്ങളുടെ നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് രാസകീടനാശിനി ഒന്നും ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഇത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതാണ് തുടക്കത്തിൽ. ഇനി ചെയ്യല 2ാം ഘട്ടമായിട്ട് നമ്മളെ ഈ ചെടിയുടെ മണ്ണിൻ്റെ ഉത്തേജിപ്പിക്കൽ കഴിഞ്ഞു, മണ്ണിൻ്റെ റെഡിയാക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലേശം വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കുക. അത് വളമായിട്ട് എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ കൊടുക്കുന്നത്, വളം തന്നെയാണ്. പക്ഷേ കീടനിയന്ത്രണത്തിന് വേണ്ടിയിട്ടൊന്ന് വിതറി കൊടുക്കാം. ഇനി അടുത്തത് ചെയ്യാനുള്ളത്, ഇതിൻ്റെ ഇലയൊക്കെ ആവശ്യമില്ലാത്ത ഇലകളൊക്കെ കളഞ്ഞു, മുരടിച്ച ഇലകളൊക്കെ മുറിച്ച് കളഞ്ഞു, നാമ്പുകൾ മാത്രമാക്കി നിർത്തിയിട്ടാണ് നമ്മളിതിൻ്റെ തുടങ്ങിയത്, ഈ ബാക്കി ട്രീറ്റ്മെൻ്റ് ഒക്കെ തുടങ്ങിയത്. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്യാനുള്ളത് നിങ്ങളുടെ കയ്യിൽ നാനോ യൂറിയ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സാധാരണ യൂറിയ ഉണ്ടെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിൽ 1/2 സ്പൂൺ യൂറിയ എടുക്കുക. 1 ലിറ്ററിൽ 1/2 സ്പൂൺ യൂറിയ എടുത്തിട്ട് ഒന്ന് ഇതിൻ്റെ ഇലയുടെ മേലെയും അതേപോലെ തണ്ടിൻ്റെ മേലെയും കടക്കിലും ആവണ തരത്തിൽ ഒരു സ്പ്രേ കൊടുക്കുക. അങ്ങനെ സ്പ്രേ കൊടുക്കുമ്പോൾ, ഇത് ഞാൻ രാസരീതിയിലാണ് ഇപ്പോൾ പറയുന്നത് കേട്ടോ, കൊടുക്കുമ്പോൾ ചെടി ഒന്ന് സെല്ലൊക്കെ ഒന്ന് ഫ്ലെക്സിബിൾ ആവും. പെട്ടെന്ന് യൂറിയ പെട്ടെന്ന് വലിച്ചെടുത്തിട്ട് ഒന്ന് ഫ്ലെക്സിബിൾ ആവും. അത് എപ്പോഴും നല്ലത് രാവിലെ സമയം കൊടുക്കണം. ഒരു തവണ യൂറിയ സ്പ്രേ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് 2 ദിവസം 3 ദിവസം അത് ഞാൻ 2, 3 ഒന്നും കണക്കൊന്നുമില്ലായിരുന്നു, നിങ്ങൾക്ക് 3, 4 ആയാലും കുഴപ്പമില്ല. 2 ദിവസം കഴിഞ്ഞതിന് ശേഷം ചെടി നനച്ചിട്ട് ഒരു ചെടിയുടെ വലിപ്പത്തിനും ചട്ടിയുടെ വലിപ്പത്തിനും ഒക്കെ അനുസരിച്ച് 1 സ്പൂൺ മുതൽ 1/4 സ്പൂൺ വരെയുള്ള അളവിലെടുത്തിട്ടുള്ള DAP ഒന്ന് വിതറി കൊടുക്കുക നനച്ചതിന് ശേഷം. ചെറിയ ചെടിയാണെങ്കിൽ 1/4 സ്പൂണിലും കുറവെടുക്കാം, അല്ലെങ്കിൽ അതിനനുസരിച്ച് കൂട്ടിയെടുക്കുക. 1 സ്പൂണ്. ഇനി വലിയ ചട്ടിയിലിരിക്കണമെങ്കിൽ 2 സ്പൂൺ ആയാലും കുഴപ്പമില്ല. അപ്പോൾ ചെടി നന്നായിട്ടൊന്ന് നനയ്ക്കുക. നനച്ച ആ നനവിൽ ചെടിയുടെ അരിക് ഭാഗത്ത്, കയ്യിൽ ഗ്ലൗസ് ഇട്ടതിന് ശേഷം അരിക് ഭാഗത്ത് മാത്രം DAP 1/2 സ്പൂൺ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യ ഘട്ടം മണ്ണൊരുക്കൽ കഴിഞ്ഞിട്ട് ഫസ്റ്റ് കൊടുക്കുന്ന രാസവളം 1 സ്പ്രേ യൂറിയയും അത് കഴിഞ്ഞിട്ട് 2ാമത് DAPയും കൊടുത്തു. അപ്പോൾ ഇത് ചെടി മെല്ലെ ഇങ്ങനെ വലിക്കാൻ തുടങ്ങുക, DAP വലിക്കാൻ തുടങ്ങുക. DAP ഇട്ട് കൊടുത്തു. സ്ലോ റിലീസാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് മെല്ലെ മെല്ലെ അതിങ്ങനെ വലിച്ചോളും. അപ്പോൾ ഈ DAP ഇട്ട് കഴിഞ്ഞാൽ 2-3 ദിവസം ചെറുതായിട്ട് മണ്ണൊന്നിങ്ങനെ നനച്ചു കൊടുക്കും. ചെറിയ തോതിൽ, ഓവറാവരുത്, ചെറിയ തോതിൽ നനച്ചു കൊടുക്കുക. നനച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ ഒപ്പം തന്നെ ഈ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് എല്ലുപൊടി, ഈ ചെടികളുടെ ഈ വേര് അല്ലെങ്കിൽ കോഡക്സ് തിക്കാകാനൊക്കെ എല്ലുപൊടി വളരെ നല്ലതാണ്. പക്ഷേ എല്ലുപൊടി ഫൈൻ പൗഡർ ഇട്ടിട്ട് നിങ്ങളിതിൻ്റെ മേലെ വിതറി കൊടുത്തിട്ട് ചെയ്തു കൊടുത്താൽ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇറങ്ങി പോയിക്കൊള്ളും നനയ്ക്കുമ്പോൾ. ഇനി എല്ലുപൊടി കട്ടയായിട്ടുള്ള എല്ലുപൊടി ഇടുമ്പോൾ, കഷ്ണങ്ങളായിട്ടുള്ള എല്ലുപൊടിയുടെ ഇത് ഇടുമ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും എനിക്ക് വന്നിട്ടുള്ളത് നന്നായിട്ട് ഫംഗസ് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഞാൻ പലപ്പോഴും അങ്ങനെ വലിയ ചെടികൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് കൂടുതൽ എല്ലുപൊടി ഉപയോഗിക്കുക. അല്ലെങ്കിൽ പൗഡേർഡ് എല്ലുപൊടി ഇവിടെ കിട്ടുന്നുണ്ട്, നല്ല പൊടിയായിട്ടുള്ള എല്ലുപൊടി കിട്ടുന്നുണ്ട്. ആ എല്ലുപൊടി വിതറി കൊടുത്ത് നനച്ചു കൊടുക്കുക. അപ്പോൾ എല്ലുപൊടിയുടെ ഫോസ്ഫറസ് വളങ്ങൾ ഫോസ്ഫേറ്റ് വളങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് രാജ്ഫോസ് അല്ലെങ്കിൽ റോക്ക് ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞ പൗഡർ വളം കടകളിൽ കിട്ടും, അത് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ DAP ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം റോക്ക് ഫോസ്ഫേറ്റ് ഒരു
അര ചിരട്ട ഇപ്പോൾ ഇത്രയും പോകുന്ന ചെടിയാണെങ്കിൽ ഒരു അര ചിരട്ട റോക്ക് ഫോസ്ഫേറ്റ് സൈഡിൽ ഇങ്ങനെ മെല്ലെ മെല്ലെ, ഇനി ഒരു ദിവസം കൊടുക്കണമെന്നില്ലേ പല വട്ടമായിട്ട് കൊടുത്താൽ അല്ലെങ്കിൽ റോക്ക് ഫോസ്ഫേറ്റ് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇനി നമ്മളെ മണ്ണൊരുക്കൽ കഴിഞ്ഞിട്ട് ഫസ്റ്റത്തെ ആഴ്ചയാണ് ഈ പറഞ്ഞ DAP യും റോക്ക് ഫോസ്ഫേറ്റും കൊടുത്തു. അത് കൊടുത്ത് ആവശ്യമായ തോതിൽ വേണമെങ്കിൽ ആവശ്യമായ തോതിൽ കൊടുക്കുക. കൊടുത്തപ്പോൾ ഒന്ന് ഇങ്ങനെ ചെടിക്ക് ഈ പോഷകങ്ങളൊക്കെ ഒന്ന് വലിച്ചു തുടങ്ങുമ്പോൾ, അത് ഞാൻ പറഞ്ഞു ഇത് രാസവളങ്ങളായിട്ടുള്ളത്, അത് റോക്ക് ഫോസ്ഫേറ്റ് നമുക്ക് രണ്ട് രീതിയിലും പറയാം. പാറയുടെ പൊടി, അപ്പോൾ അത് സൈഡിൽ ഇട്ട് കൊടുക്കുന്നത് കുഴപ്പമൊന്നുമില്ല. DAP യും പല സ്ഥലത്തായിട്ട് വെതറി കൊടുക്കാതെ ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ ഇങ്ങനെ തരിയായിട്ട് ഇട്ട് കൊടുത്താൽ മതി, കുറച്ച് സ്ഥലങ്ങളായിട്ട് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ ഈ ജൈവ ഇതിനും കൂടുതൽ എഫക്റ്റ് ചെയ്യില്ല. ഇത് ഇത്രയും ആയതിൻ്റെ ശേഷം ഒരാഴ്ചക്ക് DAP യും റോക്ക് ഫോസ്ഫേറ്റും ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം, റോക്ക് ഫോസ്ഫേറ്റ് ഞാൻ പറഞ്ഞു ഒരു തവണ എന്നല്ല 2 തവണ കൊടുത്താലും ചെടിക്ക് നല്ലതാണ്. കോഡക്സ് വലുതാവാനും കൂടുതൽ പൂവുണ്ടാവാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്നതാണ് ചെടീനെ നന്നായിട്ട് ഗ്രോത്ത് കിട്ടാൻ വേണ്ടി പെട്ടെന്ന് വലിച്ചെടുക്കാനുള്ള 30-10-10 എന്ന് പറയുന്ന മൈക്രോ ന്യൂട്രിയൻസോട് കൂടിയ NPK. അത് തുടക്കത്തിൽ ഒരു 3 അല്ലെങ്കിൽ 4 ദിവസം കൂടുമ്പോൾ 1 സ്പൂൺ 5 ലിറ്റർ വെള്ളത്തിലാണ്, നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളത്തിൽ കലക്കിയാൽ മതി. 1/4 സ്പൂൺ ആയാലും 1 നുള്ളായാലും കലക്കുക. ചെടിയുടെ മേലെ രാവിലെ ഒരു 8-8 സമയത്ത്, രാവിലെ തന്നെ ആകുമ്പോൾ പെട്ടെന്ന് വലിച്ചെടുക്കും, ആ സമയത്ത് തന്നെ സ്പ്രേ ചെയ്ത് എല്ലാ ചെടിക്കും സ്പ്രേ ചെയ്ത് കൊടുക്കുക. 30-10-10 5 ലിറ്റർ വെള്ളത്തേക്ക് 1 സ്പൂണാണ്. അപ്പോൾ നമ്മൾ ഏകദേശം കണക്കാക്കുകയാണെങ്കിൽ ഒരു ലിറ്ററിലേക്ക് ഒരു 1/4 സ്പൂണിൻ്റെ അടുത്ത് മതി. അത്ര എടുക്കുക, സ്പ്രേ ചെയ്ത് കൊടുക്കുക, എല്ലാ ചെടിക്കും സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് 4 ദിവസം കഴിഞ്ഞ് 1 തവണയും കൂടി കൊടുക്കുക. അപ്പോൾ 2 തവണ നമ്മൾ 30-10-10 സ്പ്രേ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ചെടികൾക്ക് വളരാനുള്ള പുതിയ നാമ്പുകൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് നൈട്രജനും ഫോസ്ഫേറ്റും 30-10-10 നൈട്രജൻ കൂടുതലാണ്. അപ്പോൾ ചെടി എന്ത് ചെയ്യും, ഈ വളങ്ങൾ പെട്ടെന്ന് ക്വിക്കായിട്ട് വലിച്ചെടുക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ചെടിക്ക് കുറച്ചും കൂടി വളരാനുള്ളൊരു കഴിവ് കിട്ടും. കാരണം നൈട്രജൻ എത്തുന്നുണ്ടല്ലോ. അപ്പോൾ ചെടിയിൽ പുതിയ നാമ്പുകൾ വേഗത്തിൽ വരും. അതുപോലെ അതിന് വളർച്ചയ്ക്ക് അതിൻ്റെ സെല്ലുകൾ പെട്ടെന്ന് വളരാൻ തുടങ്ങും. ഇത് നമ്മൾ ഒരു 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം കൂടുമ്പോൾ 2 തവണ കൊടുത്തു. ഈ 2 തവണ കൊടുത്തതിൻ്റെ ശേഷം ഇപ്പോഴും ചിലപ്പോൾ മുട്ട് വരും കേട്ടോ. കാരണം എന്താ അറിയോ, ഈ ഒരു വലിയ മഴക്കാലം കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ചൂട് വന്നിട്ട് പിന്നെ ഇനിയിപ്പോൾ മഴ വീണ്ടും വരുന്നു പറയും, എങ്കിലും മുട്ടിലേക്ക് ഇപ്പോൾ എല്ലാ ചെടിയിലും ഇങ്ങനെ മുട്ട് വന്ന് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ ഈ 2 തവണ 30-10-10 കൊടുത്തു കഴിഞ്ഞാൽ മൂന്നാമത്തെ, അതായത് 30-10-10 കൊടുത്തതിൻ്റെ ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ട് 13-27-27 എന്ന് പറയുന്ന പൂവിടാനുള്ള സാധനം ഉണ്ട്. അതായത് പൊട്ടാസ്യം കൂടിയത്, അത് അല്ലെങ്കിൽ 0.45 നമ്മൾ ചെണ്ടുമല്ലിയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ 0.45 പൊട്ടാസ്യം നൈട്രേറ്റോ സൾഫേറ്റോ പൊട്ടാഷ്യം ഇത് ഏതെങ്കിലും എടുത്തിട്ട് ചെടിയുടെ മേലെ ഇതേപോലെ 2 തവണ, ആഴ്ചയിൽ 2 തവണ എന്നുള്ള തോതിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ തൽക്കാലം നിർത്തുക. 13-27-27 അല്ലെങ്കിൽ പൊട്ടാസ്യം കൂടിയ വളങ്ങൾ, സാധാ പൊട്ടാഷ്യം അല്ല കേട്ടോ. ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതോടുകൂടി ഈ സാധനങ്ങളും കൂടി ചെടി വലിക്കും. അപ്പോൾ ഞാൻ 30-10-10 കൊടുത്തിട്ട് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ 13-27-27 ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അടിക്കും. കാരണം എന്താ വെച്ചാൽ എൻ്റെ ചെടിയിൽ മുട്ട് വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ 30-10-10 മാത്രം കണ്ടിന്യൂസ് ആയിട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ വളർന്ന് നാമ്പുകൾ വരിക ചെയ്യുക, പൂവിന് ശക്തി കിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഞാൻ 13-27-27 അല്ലെങ്കിൽ പൊട്ടാസ്യം നൈട്രേറ്റും കൊടുത്തു. ഇത് കൊടുക്കുന്നതോടുകൂടി നമ്മളുള്ള മുട്ടുകൾ നല്ല കരുത്താവും. ഇനി ഈ 2 തവണയും നമ്മൾ മുകളിലാണ് ഈ വളം അടിച്ചത്, മുകളിലിട്ടു, ആ DAP അടിയിലിട്ട് കൊടുത്തു. എന്നാണോ നിങ്ങൾ 13-27-27 അടിച്ചത്, ഫസ്റ്റ് അടിച്ചത്, അതിൻ്റെ 2 ദിവസം കഴിഞ്ഞാൽ ഒരു 1/4 സ്പൂണ് സാധാരണ പൊട്ടാഷ്യം എടുക്കുക. 1/4 സ്പൂൺ സാധാരണ പൊട്ടാഷ്യം എടുത്തിട്ട് ചെടിയുടെ ചുവട്ടിൽ 2-3 സ്ഥലത്തായിട്ട് ഇങ്ങനെ നനച്ചതിൻ്റെ ശേഷം മെല്ലെ ഇട്ട് കൊടുക്കുക. അതിന് മേലെ പൊടിമണ്ണൊന്ന് വിതറി കൊടുക്കുക. ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ പരത്തിടണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഈ ജൈവ സാധനങ്ങളുടെ കുറേ ഇതും കൂടി അതിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി നശിച്ചു പോകണ്ട എന്ന്, രാസവളം എല്ലാ സ്ഥലത്തും ആയാൽ ചിലപ്പോൾ അണുക്കളൊക്കെ നശിക്കും, ബാക്ടീരിയകളൊക്കെ പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 1-2 പോക്കറ്റുകളായിട്ട് ഇങ്ങനെ പൊട്ടാസ്യം അല്ലെങ്കിൽ പൊട്ടാഷ് എന്ന് പറയുന്നത് വാങ്ങിയിട്ടിടും. ഇനി പൊട്ടാഷ്യം ചിലപ്പോൾ ചില ആളുകൾ പറയും കിട്ടുന്നില്ല എന്ന്. അങ്ങനെ കിട്ടുന്നില്ല എന്നുള്ള, അല്ലെങ്കിൽ വേരുപടലം വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള 18-18-18 എന്ന് പറഞ്ഞിട്ടുള്ള വളമുണ്ട്. അത് കിട്ടിയാലും തൽക്കാലം അതിലും പോട്ടെ, എല്ലാം കൂടിയാണ്, എന്നാലും അത് ഒരു 1/4 സ്പൂണ് 2 ഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കുക നനച്ചതിൻ്റെ ശേഷം. പിന്നെ എപ്പോൾ രാസവളം ഇട്ട് കൊടുത്താലും 3 ദിവസം അടുപ്പിച്ച് ലൈറ്റായിട്ട് ഇതിൻ്റെ നമ്മൾ ഒന്ന് നനച്ചു കൊടുക്കണം. നന്നായി നനയ്ക്കില്ല, ലൈറ്റായിട്ട് നനച്ചു കൊടുക്കുക. ഇതാണ് 2ാം ഘട്ടത്തിൽ. ഇപ്പം ഞാൻ പറഞ്ഞു
വേരുപടലം നന്നാവാനുള്ള ഫോസ്ഫേറ്റ് വളങ്ങൾ, എന്താ പറയുക, റോക്ക് ഫോസ്ഫേറ്റ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഡയമോണിയം ഫോസ്ഫേറ്റ്, അതായത് ചെടി വളരാനുള്ള നൈട്രജൻ വളങ്ങൾ കൊടുത്തിട്ടുണ്ട്, പൂവിനും മുട്ടിനും ശക്തി കിട്ടാനുള്ള പൊട്ടാസ്യം കൊടുത്തിട്ടുണ്ട്, അത് ഇല വഴിയും കൊടുത്തിട്ടുണ്ട്, വേര് വഴിയും കൊടുത്തു. ഈ രണ്ട് രീതിയിലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതോടുകൂടി ചെടി നല്ല കരുത്തായി നിൽക്കും. ഇനി നിങ്ങൾ വരുന്ന മുട്ടുകളൊക്കെ നന്നായി വിരിയും, മുട്ടുകൾക്ക് നല്ല വലിപ്പം കിട്ടും, പെറ്റൽസ് വിടർന്ന് നിൽക്കും, അതേപോലെ പെറ്റൽസിന് ഷൈനിങ് ഉണ്ടാവും. അപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു, സാധാരണ NPK മാത്രം ഇട്ട് കൊടുത്താൽ പോരെ, അല്ല ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നത്, മതി. പക്ഷേ നിങ്ങൾക്ക് മാറ്റം കാണുക എന്താ പറയുക, ഈ മൈക്രോ മാക്രോ ന്യൂട്രിയൻസോട് കൂടിയ NPK ഇട്ട് കൊടുക്കുമ്പോൾ ഇപ്പോൾ ചെടികൾക്ക് ഇപ്പോൾ ഇവിടെ വന്നാൽ തന്നെ ഈ ചെടിയൊക്കെ വളരെ ചെറിയ മിനിയേച്ചർ പൂവുകൾ, ചെറിയ പൂവ് വരുന്നൊരു ഇനാണ്. ഇതിൻ്റെ പൂവിൻ്റെ എഡ്ജിൻ്റെ ഒക്കെ ഷൈനിങ് ശരിക്കും ഭയങ്കര ഗ്ലോസി ആയിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ അത് എന്ത് ന്യൂട്രിയൻ്റ് കൊണ്ടാണ് കിട്ടണമെന്ന് അറിയാൻ വേണ്ടി നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മൈക്രോ ന്യൂട്രിയൻസോട് കൂടിയിട്ടുള്ള വളങ്ങൾ ഇട്ട് കൊടുത്താൽ, ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് രാസ രീതിയിലുള്ള വളപ്രയോഗമാണ്. ഇപ്പോൾ നിങ്ങളുടെ അടീനിയട്ടിന് മുട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ പ്രയോഗം കൃത്യമായി ചെയ്യുക, പരിപാലിക്കുക, നന്നായി കൂടുക. അപ്പോൾ മഴ കൂടുതൽ വന്നു കഴിഞ്ഞാൽ, ഇലഞ്ഞിട്ടുകളിൽ വെള്ളം നിന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മുട്ടിൻ്റെ അടിയിൽ, പൂവിൻ്റെ അടിയിൽ വെള്ളം നിന്ന് കഴിഞ്ഞാൽ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ പെട്ടെന്ന് വൃത്തിയാക്കുക, ഒരു ബ്രഷ് ഉപയോഗിച്ച് ചെടി വൃത്തിയാക്കുക. അപ്പോൾ ഈ രീതിയിൽ ചെയ്തിട്ട് നിങ്ങളുടെ അടീനിയം നന്നായി ഈ വർഷം പൂവിടട്ടെ. പിന്നെ ഇനി അതിൻ്റെ ഇപ്പം ഞാൻ പറഞ്ഞു, ഈ മൊട്ട് വരാൻ തുടങ്ങിയ കാരണമാണ് ഈ വളപ്രയോഗം പറഞ്ഞത്. ഇനി അത് കഴിഞ്ഞ് അതിലെ കീടനിയന്ത്രണത്തോട് കൂടിയിട്ടും രണ്ടാം ഘട്ടത്തിലുള്ള വളപ്രയോഗവും പ്രൂണിങ്ങും ഒക്കെ പറയാറുണ്ട്. ഇപ്പോൾ ദയവ് ചെയ്ത് ആരും പ്രൂണിങ് ചെയ്യാൻ നിൽക്കരുത്. ഈ പ്രൂണിങ് ചെയ്ത ആളുകളാണെങ്കിൽ UV ഷീറ്റിൻ്റെ അടിയിലുള്ള ആളുകൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ അതിന് സേഫായിട്ട് വെക്കാൻ പറ്റുന്ന ആളുകൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഓരോ തവണ പ്രൂൺ ചെയ്ത സ്ഥലത്തും കപ്പിട്ട് കൊടുക്കാൻ പറ്റുന്ന ആളുകൾക്ക് ചെയ്യാം. ഏതായാലും നിങ്ങളുടെ അടീനിയം പൂവിട്ട് നിറയട്ടെ, നല്ല വർണ്ണ വസന്തം നിങ്ങളുടെ ചെടികളിൽ തീർക്കാൻ സാധിക്കട്ടെ. താങ്ക് യു.